ഹായ് ഓൾ. ഇന്നത്തെ ലൈവ് ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺടിൽ പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയ വിട്ട് പ്രൈസ് പോകുന്നത് വരെ നമ്മളെ വ്യൂ സെല്ലാണ്. കാര്യം പ്രൈസ് ഈ ഏരിയയിൽ വരാൻ ഒരു റീസൺ ഉണ്ട്. ആസ് പെർ ഓർഡർ ഫ്ലോ പ്രൈസ് ഈ ഒരു ഏരിയയിൽ വരണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെൽ സൈഡ് നോക്കിയത്. അൺടിൽ പ്രൈസ് ഇവിടെ വരുന്നത് വരെയാണ് നമ്മൾ സെല്ല് നോക്കുന്നതും. ഇതാണ് നമ്മളെ ഫൈനൽ ടാർഗറ്റ് വരുന്നത്. ഇതായിരുന്നു പ്ലാൻ. ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ഈ പോയിന്റിൽ നമ്മൾ എൻട്രായി. ഇതിന്റെ മുകളിലായിരുന്നു സെൽ. പ്രൈസ് എടുത്തതിന് ശേഷം ഒരു മൂവ്മെന്റ് കിട്ടിയെങ്കിലും വീണ്ടും അത് തിരിച്ച് റീട്രേസ് ചെയ്തു. വീണ്ടും ഇറങ്ങിയപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ അധികം പോയിന്റ്സ് ഒന്നും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനും പറ്റിയില്ല. ഈ ഒരു പോയിന്റ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. സോ അതിന് മുന്നേ അത് കയറിപ്പോയി. എസ് എൽ കിട്ടി. ഈവൻ ഓപ്ഷൻസിലെ മൂവ്മെന്റ് അത്ര ഒരു റേഞ്ച് കൈൻഡ് ഓഫ് കൺസോൾട്ടേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എസ് എൽ പോലും ഒന്ന് കയറ്റി വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ട്രേഡ് ഒരു കൈൻഡ് ഓഫ് സ്കാൽപ്പ് ആയിരുന്നു. അത് ഞാൻ ബിഗിനേഴ്സ് ആരും ഇതിൽ എടുക്കണ്ട, അല്ലാതെ ഓൾറെഡി ട്രേഡ്സ് എടുക്കുന്നവരുണ്ട് സ്കാൽപ്പ്. ആ ആൾക്കാർ ഇതെടുത്ത് ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഈ ട്രേഡ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നോർമൽ എൻട്രി പോലെയല്ല, പെട്ടെന്ന് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങണം. ടൈറ്റ് ആയിട്ട് എൻട്രി പിടിച്ച് പോകണം. എസ് എൽ സ്പീഡ് ട്രയൽ ചെയ്ത് പോകണം. എങ്കിലേ ഇത് നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അധികം ഒന്നും അല്ലെങ്കിൽ ഒരു 10 to 15 പോയിന്റ്സ് ഒക്കെ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയത് 3 മണിക്ക് മുന്നേ ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേഡ്, ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കാവുന്നൊരു പ്ലാനും നമുക്കുണ്ടായിരുന്നു. കാര്യം പ്രൈസ് സ്റ്റിൽ ഇവിടെ വരാൻ റീസൺ ഉണ്ട്. അപ്പം ഇത് സംഭവിച്ചത് 3 മണിക്ക് ശേഷമായതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. ജസ്റ്റ് വാച്ച് ചെയ്തേ ഉള്ളൂ. ഈ ട്രേഡ് നമ്മൾ എടുത്തിട്ടില്ല. ബട്ട് ഈ സെയിം പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസ് ഒരു മാനിപ്പുലേഷൻ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ പ്രൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് സെൽ എടുക്കാം. കാര്യം പ്രൈസ് ഇവിടെ വരാൻ റീസൺ ഉണ്ട്. ബട്ട് അത് ഇന്ന് നടന്നിട്ടില്ല. മേ ബി നാളെ അത് സംഭവിക്കാം. കാര്യം സ്റ്റിൽ ഈ പോയിന്റിൽ പ്രൈസ് വരണം. സോ ഇതാണ് ഇന്നത്തെ ട്രേഡ് ബ്രേക്ക് ഡൗൺ. ഒരു ഭയങ്കര ഗ്രേറ്റ് ഡേ ഒന്നും അല്ലായിരുന്നു, ബട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ ഒരിക്കലും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ടാണ് നമുക്കൊരു ലോസ് ബുക്ക് ആയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അത് കവർ ചെയ്തു ഒരു ട്രേഡിൽ. അത് പക്ഷേ എല്ലാവർക്കും അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ക്വിക്ക് ആയിട്ട് എടുത്ത ട്രേഡാണ്. സ്പീഡ് ട്രൈ ചെയ്ത് പോകണമായിരുന്നു. ഇത് പ്ലാൻ ആയിരുന്നു, ബട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തില്ല. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ.